ഞാൻ ഡോക്ടർ രവീന്ദ്രൻ. എൻ്റെ സ്വദേശം പറശ്ശിനിക്കടവാണ്. ജോലി സംബന്ധമായി ഇവിടെ പേരാവൂരിൽ കഴിഞ്ഞ 28 വർഷമായി താമസിച്ചു വരികയാണ്. എൻ്റെ ഫാമിലിയെപ്പറ്റി പറയുകയാണെങ്കിൽ വൈഫ് ലത കരുവഞ്ചാൽ സ്വദേശിയാണ്. 2 മക്കളാണ് ഉള്ളത്. മൂത്ത മകൻ നിവേദ്, രണ്ടാമത്തെ ആൾ നീരജ്. 2 പേരും ഡോക്ടേഴ്സാണ്. ഞാൻ ആദ്യമായി ഉപയോഗിച്ച 4 വീലർ ഒരു മാരുതി 800 ആണ്. അതിനുശേഷം പല വാഹനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂത്ത മകൻ നിവേദ്, നീരജ് 2 പേർക്കും ബെൻസ് തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ മറ്റ് വാഹനങ്ങളൊന്നും നോക്കാൻ പോയില്ല, നേരെ ബെൻസ് ആണ് ഫസ്റ്റ് തന്നെ നോക്കിയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് ബെൻസ് എടുക്കുക എന്നുള്ളത്. എന്നും ഒരു പുതിയ വാഹനം എടുക്കണം എന്ന് പറയുമ്പോൾ ബെൻസായിരുന്നു എപ്പോഴും പറയുന്നത്. അപ്പോൾ ആഗ്രഹത്തിനൊപ്പം ഞങ്ങളെല്ലാവരും നിന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്കും ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ഇത്ര വേഗം എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കുറച്ചുകൂടി മുമ്പേ എടുക്കേണ്ടതായിരുന്നുള്ളൊരു ഫീലിംഗാണ് ഇപ്പോഴുള്ളത്. കുറേ വർഷങ്ങൾ നമുക്കൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതുപോലെ ആ ഒരു കംഫർട്ട് നഷ്ടമായി എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴുണ്ട്. കുറച്ച് മുമ്പേ തന്നെ എടുക്കേണ്ടതായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 220 എടുക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഇതിൻ്റെ AMG കിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റൈലിങ്ങും പിന്നെ കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർ വേണമെന്ന് എനിക്ക് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു കാർ എന്തോസിസ്റ്റാണ്. എനിക്കിതിൽ ഇരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് അതിൻ്റെ സീറ്റിംഗ് ആണ്. നമുക്ക് ഏത് മോഡലിലേക്ക് വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് എന്ന് വെച്ചാൽ കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് ഇത് ഈ സീറ്റിങ്. അത് നമുക്ക് ഒരു എന്താ പറയണ്ടേ, ടച്ച് ചെയ്തിട്ട് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഒരു ഫിംഗർ പ്രിൻറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയാലും അതുപോലെ AC, ആംബിയൻ ലൈറ്റ്, ആ സാധനങ്ങളൊക്കെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ വണ്ടി പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് അവൻ ഇപ്പം PGക്ക് പഠിക്കുകയാണ് ട്രിവാൻഡ്രത്ത്. ബട്ട് സ്റ്റിൽ അവൻ 2 ദിവസം വരുന്നത് തന്നെ ഈ കാർ എടുത്തിട്ട് ഓടിക്കാനും ഈ കാറിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അവനായിരുന്നു കൂടുതൽ താല്പര്യം ഈ വണ്ടി എടുക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എടുക്കുന്നത് ഹസ്ബൻഡാണെങ്കിലും അതിൻ്റെ മുഴുവൻ നോക്കുന്നതും ക്ലീനാക്കി വെക്കുന്നത്. എനിക്കെന്ന് വെച്ചാൽ ക്ലീൻ ആക്കിയിട്ട് വണ്ടി പുറത്തേക്ക് പോകുന്നതാണ് വളരെ ഇഷ്ടം. എനിക്ക് കുറച്ച് എന്താ പറയണ്ടേ, വൃത്തി കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ വൃത്തിയായിട്ട് വണ്ടി പോവുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ആസ് എ പാസഞ്ചർ എന്നുള്ള രീതിയിൽ നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. ലോങ് ഡ്രൈവ്സൊക്കെ പോകുമ്പം ഒട്ടും ഒരു ഫെറ്റീഗൊന്നും ഇല്ലാതെ നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു യാത്രയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. C-ക്ലാസ് എടുക്കാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പഴയ C-ക്ലാസിനെ അപേക്ഷിച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് വാഹനമായാലും അതിൻ്റെ ഏറ്റവും കൂടിയ എല്ലാ ഫെസിലിറ്റികളും ഇതുള്ള ഓപ്ഷനാണ് ഞങ്ങൾ ചൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് 300D എടുത്തത്. ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ റോഡ് പ്രസൻസ് ആണ്. ഈ വണ്ടി നമ്മൾ പൊതുവെ ഒരു വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ എവിടെ പോയാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ലുക്കാണ്. കഴിഞ്ഞ 1 വർഷത്തിന് മേലെയായി ഞാൻ ബെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബെൻസ് ഓണർ എന്ന നിലയിൽ ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്.